കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് പോളണ്ടിൽ ക്രിസ്തുവിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വൈദികനായ മിഹാവ് റപ്പാറ്റ്സ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. പോളണ്ടിലെ ക്രാക്കോവിൽ ലഗെവ്നിക്കി ദേവകന്യയുടെ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫ്രാൻസിസ് പാപ്പായുടെ പ്രതിനിധിയായി വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിൻ്റെ അധ്യക്ഷൻ കർദിനാൾ മാർസെല്ലോ സെമെരാറോ മുഖ്യ കാർമ്മികനായി. മെത്രാന്മാരും വൈദികരും സന്യസ്തരും ഉൾപ്പെടെ 2000-നടുത്ത ആളുകൾ വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. 1904 സെപ്റ്റംബർ 14 പോളണ്ടിലെ ക്രാക്കോവ് നഗരത്തിലുള്ള ടെൻഷ്യൻ എന്ന സ്ഥലത്തായിരുന്നു മിഹാവുവിൻ്റെ ജനനം. 1926 ക്രാക്കോവിലെ സെമിനാരിയിൽ വൈദിക പരിശീലനം ആരംഭിച്ച അദ്ദേഹം 1931 ഫെബ്രുവരി 1 പൗരോഹിത്യം സ്വീകരിച്ചു. പോക്കിയിലെ ഇടവകയിൽ സഹവികാരിയായി അജപാലന ദൗത്യത്തിനും തുടക്കമിട്ട റപ്പാറ്റ്സ് 2 വർഷത്തിനു ശേഷം റൈറ്റ്സ എന്ന സ്ഥലത്ത് സേവനത്തിനായി നിയുക്തനായി. 1937 പോക്കിയിലെ ഇടവകയുടെ ചുമതലയുമായി ഇവിടെ തിരിച്ചെത്തി. എന്നാൽ 1939 ജർമ്മൻ ആധിപത്യവേളയിൽ അജപാലന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് പരിമിതമാക്കേണ്ട സാഹചര്യമുണ്ടായി. യുദ്ധാനന്തരം കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന് കീഴിലായ പോളണ്ടിൽ ഭരണ നേതൃത്വം വിശ്വാസത്തിനെതിരെ തിരിഞ്ഞു. കത്തോലിക്ക സഭയ്ക്കെതിരെയായിരുന്നു പോളിഷ് ഭരണകൂടത്തിൻ്റെ പോരാട്ടം. 1946 മെയ് 11 20ഓളം പേരടങ്ങിയ ഒരു സായുധ സംഘം പോക്കിയിലെ വൈദിക മന്ദിരത്തിലെത്തി. മൈക്കിൾ റപ്പാറ്റ്സിനെ വനത്തിലേക്കാണ് പിടിച്ചുകൊണ്ടുപോയത്. വൈകാതെ 41-കാരനായ വൈദികന് നേരെ കമ്മ്യൂണിസ്റ്റ് അധികാരികൾ നിറയൊഴിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അടുത്ത ദിവസം ഏതാനും കർഷകരാണ് ഫാദർ റപ്പാറ്റ്സിൻ്റെ ചേതനയേറ്റ ശരീരം കണ്ടെത്തിയത്. ഈ വർഷം ജനുവരി 24 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം അംഗീകരിച്ചിരുന്നു.